ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ മിനി വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉമ്മ വന്നിട്ട് വെള്ളം ചൂടാക്കാനുള്ളത് അടുപ്പ് കത്തിച്ച് തരുന്നുണ്ട് കേട്ടോ. ഞാൻ കത്തിക്കാൻ പോയ സമയത്ത് ഉമ്മ കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ തന്നെ കത്തിച്ച് തന്നു കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണി വയ്ക്കണ തിരക്കായിരുന്നു, അതിൻ്റെ അടിയിൽ കൂടിയാണ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ കത്തിച്ചിട്ട് കറക്റ്റാക്കി തന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബിരിയാണിയുടെ പണി തുടരുകയാണ്. സ്കൂളിലേക്ക് ഇന്ന് ഞാൻ ബിരിയാണിയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലെ എണിച്ച് വന്നതും തന്നെ പണികളൊക്കെ തുടങ്ങാൻ വളരെ വൈകി കേട്ടോ. നമ്മുടെ വീട്ടിൽ മോട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു. അത് കാരണം തന്നെ വെള്ളമില്ല. അതുകൊണ്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ കുറച്ച് വൈകിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട്, ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, കുട്ടികളുടെ ഓട്ടോറിക്ഷ വരുമ്പോഴേക്കും ഫുള്ളായി ഫിനിഷ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടെൻഷന് കാര്യങ്ങളിലാണ് കേട്ടോ. വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെയും ശരി വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഉള്ള ടൈമിലാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് കുറച്ച് എലികളും പെരിച്ചാഴികളൊക്കെ ഉള്ളത് കാരണം തന്നെ നമ്മുടെ മോട്ടർ കംപ്ലൈൻ്റ് ആക്കിയത് അവരാണ് കേട്ടോ. അതിൻ്റെ വയർ കടിച്ച് മുറിച്ചിട്ടത് കൊണ്ട് തന്നെ വെള്ളം കയറുന്നുണ്ടായിരുന്നില്ല. രാത്രി അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ എണിച്ചിട്ട് വെള്ളം ഇല്ലാതായപ്പോഴാണ് ഇട്ട് നോക്കുമ്പോൾ ആകെ രാവിലെ പണി കിട്ടിയത്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ വെള്ളം ഇല്ലാതായത് കൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ പണി ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വെള്ളം ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ പണിയൊക്കെ തുടങ്ങാൻ കുറച്ച് നേരമായിട്ടോ. അപ്പോൾ തന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അവർ വന്ന് വേഗം തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രീഷ്യൻ നമ്മുടെ റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ വേഗം ഓടി വന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ബിരിയാണിക്കുള്ള അരിയൊക്കെ അളന്നെടുത്തിട്ടുണ്ട്. പിന്നെ മസാല കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കണത് കേട്ടോ. ഡീറ്റെയിൽ ആയി കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ സമയമായതുകൊണ്ട് സമയം തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ചെറുതായിട്ടൊരു വീഡിയോ മാത്രം ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കന് നമ്മൾ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാൻ വൈകിയത് കൊണ്ട് തന്നെ ഞാൻ 2 വിസിലൊക്കെ അടിച്ചിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ട കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ സാധാരണ നോർമലായിട്ട് സിമ്മിലിട്ട് വേവിക്കാറാണ് പതിവ്. ഇന്ന് അതിന് സമയമില്ലാത്തത് കൊണ്ട് 2 വിസിലടിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സും ബുക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ചത് കൊണ്ട് അതിൻ്റെ ടെൻഷനില്ല. പക്ഷേ ബിരിയാണി നേരത്തെ ആവണം കേട്ടോ. നമുക്ക് ഒരു 8:30 ആകുമ്പോഴേക്ക് തന്നെ ഓട്ടോറിക്ഷ വരും. 8 മണിക്ക് നമുക്ക് പിന്നെ കിച്ചണിന് വിട്ടാൽ മാത്രമാണ് നമ്മുടെ പണിയൊക്കെ പൂർത്തിയായിട്ട് കുട്ടികളെ വേഗം പറഞ്ഞയക്കാൻ പറ്റുള്ളൂ. പിന്നെ മോൻ്റെ സ്കൂള് കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കൊണ്ട് ആക്കാനൊന്നും പറ്റില്ല. ഓട്ടോറിക്ഷ വെല്ലെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മാത്രമാണ് അത് പോസിബിൾ ആവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ കുറച്ച് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. കുറച്ച് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞാൽ നമുക്ക് രാവിലെ ചായ കുടിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല കേട്ടോ. ഇത് കറക്റ്റായിട്ട് വേവണ്ടേ, അതിന് വേണ്ടിയിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ ഈ ബിരിയാണി വെച്ച് കൊടുക്കും കേട്ടോ. ഡെയിലി നമ്മൾ കൊണ്ടുപോയ ഫുഡ് തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു മടുപ്പാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഓരോ ദിവസം ഓരോന്നാണ് വെച്ച് കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഫുഡ് വെച്ച് കൊടുക്കും കേട്ടോ. മോനില്ലെങ്കിൽ കഴിച്ചിട്ട് വരില്ല. കഴിച്ചിട്ട് വന്നില്ലെങ്കിൽ ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് എന്താണോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് നമ്മൾ ദമ്മിൽ ഇടാൻ പോവുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ വേഗം തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി കിട്ടും. അപ്പോൾ അതിനുള്ളിൽ അവർ വരുമ്പോഴേക്കും ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒന്ന് സെറ്റാക്കുക. അപ്പോൾ ഈ ചായ കുടിക്കുന്ന അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ആദ്യം വന്ന് പകുതി ഒന്ന് സെറ്റാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. വീണ്ടും ചായ കഴിഞ്ഞിട്ടില്ല. തണുത്തു പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തണുത്തു. ഇങ്ങനെയാണ് കേട്ടോ, ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, ചായ കറക്റ്റായിട്ടൊന്നും കുടിക്കാനൊന്നും പറ്റില്ല. അതിന് ശേഷം ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം കൂടി ആയപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച സമയത്തൊന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇന്നൊരു ഫ്രണ്ടിൻ്റെ മാരേജ് കൂടിയുണ്ട്. അപ്പോൾ 10 മണിയാകുമ്പോഴേക്ക് പോകണം. ആ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ചുരിദാറിൽ അയൺ ബോക്സ് എടുത്ത് വെക്കലും ചുരിദാർ ചെറുതായി ഒന്ന് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകെ ഇന്നത്തെ ദിവസം ഒരു ഡെസ്പായിട്ടോ ഞാൻ. അപ്പോൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനുള്ള ഹെൽമെറ്റ് കൂടി ഞാൻ കരുതിയിട്ടാണ് കേട്ടോ പോണത്. ഇടവഴിയിൽ നിന്ന് അവളിനെയും പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അവൾക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് പോണത്. പിന്നെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാനാണ് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഫ്രണ്ടിൽ വെച്ചിട്ട് കൊണ്ടുപോകാമെന്നുള്ളത് കുറച്ച്
ബുദ്ധിമുട്ടുള്ള പണിയാണ്. എങ്കിലും ഞാൻ കുറച്ച് കയറൊക്കെ കെട്ടി വെച്ച് എങ്ങനെ ഒരുവിധം അവിടെ എത്തിച്ചിട്ടുണ്ട്. ഗ്ലാസ് ഉള്ളതായതുകൊണ്ട് തന്നെ പൊട്ടുമെന്നുള്ള പേടിയായിരുന്നു. അങ്ങനെ ഒരുവിധം നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ കറക്റ്റ് 10 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇറങ്ങാനായി എന്നുള്ളത്. അങ്ങനെ എന്താ കറക്റ്റ് 10 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി 10:30 ഒരു 10:15 നമ്മൾ കറക്റ്റ് അവളെ പിക്ക് ചെയ്യാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 10:30 മുഹൂർത്ത ടൈം ആയിരിക്കും അവിടെ എത്തണം എന്നുള്ള ഒരു എന്താ പറയുക ഡിസിഷനിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളെ പിക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ക്യാമറ ഉണ്ടോയെന്ന് ആ ഒരു സ്ഥലത്ത് എനിക്കറിയില്ല. എങ്കിലും ഞാൻ അവളോട് ഇടണോ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് നീ ഇട്ടിരിക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഹെൽമെറ്റ് കൊടുത്ത് ഇട്ടിപ്പിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മൾ കല്യാണത്തിന് വന്ന മണ്ഡപം കേട്ടോ. അത്യാവശ്യം വലിയൊരു മണ്ഡപമാണ്, റിച്ച് ആയിട്ടുള്ള മണ്ഡപമാണെന്ന് തന്നെ പറയാം കേട്ടോ. നല്ല കാർ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം വേറൊരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവൾക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ അവൾ വരാൻ ഇനി അരമണിക്കൂർ എടുക്കും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് എൻ്ററായി. ആ ഒരു കറക്റ്റ് ടൈമിലാണ് ചെക്കനും കൂട്ടരും വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കയറിയ പാട് ഒരു ഭാഗത്ത് പോയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അധികം ആരെയും പരിചയമില്ല. അവളുടെ അച്ഛനും അമ്മയും സിസ്റ്ററിനെയും മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരിനെ കണ്ട് സംസാരിച്ച ശേഷം നമ്മൾ ഒരു ഭാഗത്ത് വന്നിരുന്നു. അപ്പോഴേക്കും പെണ്ണിനെ വരുന്നുണ്ട് കേട്ടോ. അവരുടെ കറക്റ്റ് മുഹൂർത്ത ടൈമാണ് ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവളിനെ നേരത്തെ പോയിട്ട് റൂമിൽ പോയി കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവളിനെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് കറക്റ്റ് ഈ ഒരു മുഹൂർത്ത ടൈമിൽ എത്തുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. ഞാൻ എപ്പോൾ പോകുമ്പോഴും വൈകിട്ടാണ്. അതെൻ്റെ ഫ്രണ്ട് പറയുകൂടി ചെയ്യും. ഞാൻ എപ്പോഴും ഒരുങ്ങിയിട്ട് എത്താൻ കുറച്ച് വൈകാറുണ്ട്. ഇന്ന് കറക്റ്റ് 10:30 ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരുടെ കല്യാണ ചടങ്ങൊക്കെ കണ്ടിരിക്കാൻ നല്ലൊരു രസമാണ്. കുറച്ച് മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അതങ്ങനെ കണ്ടിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ 10th പഠിച്ച കുട്ടിയാണ് കേട്ടോ. ഞങ്ങളുടെ ബെസ്റ്റിയാണ് അവൾ. ബെസ്റ്റിന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ 3 പേരിനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേര് മാത്രമാണ് കല്യാണത്തിനും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുഹൂർത്ത ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിന് ഒന്നുകൂടി കോൾ ചെയ്യേണ്ടി എത്തിയോ എന്നുള്ളത്. അവളപ്പോൾ ബസ് കയറാൻ റെഡി ആവണേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ വീണ്ടും അവളിനെ വെയിറ്റ് ചെയ്യുകയാണ്. അവൾ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിന്. അങ്ങനെ അവസാനം അവരുടെ താലികെട്ടൽ ചടങ്ങൊക്കെയാണ്, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഫോട്ടോ എടുക്കലിൻ്റെ തിരക്കായിരുന്നു. ഞങ്ങൾ കുറേ പേര് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുക, നിറയെ ഫാമിലി മെമ്പേഴ്സ് ഫോട്ടോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മെല്ലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും സംസാരിക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് വിഷ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ട്. ഇത് കാരണമാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടുള്ളത്. അവരെ സെറ്റാക്കി നിർത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവരാണ് നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത് കേട്ടോ. നല്ലപോലെ തന്നെ എടുത്തു തന്നിട്ടുണ്ട്. അങ്ങനെ താലികെട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അത്യാവശ്യം ചെറിയ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് എന്ന് തോന്നുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. നല്ല പായസവും കൂട്ടിയിട്ട് ഒരു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഗ്ലാസ്സിൽ അടപ്രഥമനില്ല. പിന്നെ ഞാൻ അപ്പുറത്തുനിന്ന് അടപ്രഥമൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഉണ്ട്. അവൾ കുറച്ച് അകലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല ടേസ്റ്റുള്ള സദ്യയായിരുന്നു. അത് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളുടെ 2 ഗ്ലാസ് അടപ്രഥമൻ കൂടി അടിച്ചപ്പോൾ ആകെ മൊത്തം നമ്മളൊന്ന് കറങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും കിളി പാർന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. മധുരം ഓവറായിട്ടുണ്ട്. അതിന് ശേഷം വെളിയിൽ വന്ന് കുറച്ച് നേരം സംസാരിച്ച് നിന്നു കേട്ടോ. അപ്പോൾ വെള്ളിയൊക്കെ അപൂർവമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കാണുന്നത് കേട്ടോ. അങ്ങനെ അവരുടെ കൂടെ ചേർന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു, ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയ സമയത്താണ്
മണ്ഡപത്തിൻ്റെ അടുത്തായിട്ട് അതുപോലൊരു ചെറിയൊരു കുളമുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് നല്ല തണുപ്പായിരുന്നു. അവിടെ ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു മിനി വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിലുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കുക.